എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നേരിൻ്റെ പാഠങ്ങൾ. പതിവ് സന്ദർശകൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, ഇന്ന് അയാൾ വരുമ്പോൾ അച്ഛൻ ഇവിടെയില്ല എന്നു പറയണം. പതിവ് സമയത്ത് തന്നെ അയാളെത്തി. മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന മകൻ പറഞ്ഞു, അച്ഛൻ ഇവിടെയുണ്ട്. അവൻ അയാളെയും കൂട്ടി അച്ഛൻ്റെ അടുത്തെത്തി. ദേഷ്യം കൊണ്ട് അച്ഛൻ്റെ കണ്ണുകൾ ചുവന്നത് കണ്ടെങ്കിലും മകൻ കാര്യമാക്കിയില്ല. സന്ദർശകൻ പോയപ്പോൾ വടിയെടുത്തു തല്ലാനൊരുങ്ങി. അച്ഛൻ ചോദിച്ചു, നീ എന്താണ് ഞാൻ പറഞ്ഞതനുസരിക്കാതിരുന്നത്? മകൻ പറഞ്ഞു, ഞാൻ അച്ഛനെ അനുസരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും സത്യം മാത്രമേ പറയാവൂ എന്ന്. പ്രാവർത്തികമാക്കപ്പെടുന്ന മൂല്യങ്ങൾക്കാണ് പ്രസംഗിക്കപ്പെടുന്ന മൂല്യങ്ങളേക്കാൾ കർമ്മശേഷി. വാക്കിലും പ്രവൃത്തിയിലും കാണുന്ന വൈരുദ്ധ്യമാണ് കാഴ്ചക്കാരിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയിൽ. പാഠപുസ്തകങ്ങളിലും സാരോപദേശ കഥകളിലും കാണുന്ന ഒരു സത്കർമ്മവും ചുറ്റിലും കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഏതനുകരിക്കും? ധാർമ്മിക ബോധവും നല്ല ശീലങ്ങളും പഠിപ്പിക്കാൻ പുസ്തകങ്ങൾ രചിച്ച് പരീക്ഷ എഴുതിക്കേണ്ട ആവശ്യമില്ല. വളരുന്ന ചുറ്റുപാടുകളിൽ അവ നേരിട്ട് കാണുന്നതിനും ശീലിക്കുന്നതിനും സാഹചര്യം ഒരുക്കിയാൽ മതി. എങ്ങനെ സത്യസന്ധരാകാം എന്ന ചോദ്യത്തിന് ഉത്തരമെഴുതുമ്പോൾ മുഴുവൻ മാർക്കും ലഭിക്കാൻ വേണ്ടി കോപ്പിയടിക്കേണ്ടി വരുന്നതാണ് യഥാർത്ഥ മൂല്യശോഷണം. വളർത്തുന്നവരിൽ നിന്നാണ് വളരുന്നവർക്ക് വേണ്ട പോഷണവും മാതൃകയും ലഭിക്കുക. കേട്ട് പഠിക്കുന്നതിനേക്കാൾ കണ്ടാണ് എല്ലാവരും പഠിക്കുന്നത്. കള്ളം പറയുന്നത് കർശനമായി വിലക്കുന്നവർ തന്നെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർമാതൃകയ്ക്ക് ദുർഗുണ പരിഹാര പാഠശാലകൾ പോലും പരിഹാരമാകില്ല. നേരിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നവർ തന്നെ തെറ്റിൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ പിൻഗാമികൾ എന്തു പിന്തുടരണം? അവരെയോ അവർ നൽകിയ പാഠങ്ങളെയോ? പാഠമാകാൻ കഴിയാത്തതാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നവരുടെ ദുര്യോഗം. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.